പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കി ഇന്ത്യൻ ബൗളേഴ്സ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഡേറ്റ് പുറത്ത്. ന്യൂസിലാൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ടൂർണമെന്റിന് പുറത്തേക്കോ? എല്ലാ വാർത്തകളും അപ്ഡേറ്റുകളും ഉടനടി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ ഇന്ത്യ-പാകിസ്ഥാൻ ലോ സ്കോറിംഗ് പോരാട്ടത്തിൽ ഇന്ത്യയെ പന്തും അക്സറും ചേർന്ന് 119 എന്ന ടോട്ടലിൽ എത്തിച്ചു. ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ ചെറിയ ടോട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ഇന്ത്യയുടെ മികച്ച ബൗളിങ്ങിന് മുമ്പിൽ മുട്ടുകുത്തി 6 റൺസിന്റെ തോൽവി നേടേണ്ടി വന്നു. ബുംറയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. അടുത്തതായി വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സി നോക്കിയാൽ ഇന്നലത്തെ വെസ്റ്റ് ഇൻഡീസ് ഉഗാണ്ട മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് വമ്പൻ മാർജിനിൽ ജയിച്ചതോടെ ഗ്രൂപ്പ് സി വിചാരിച്ച പോലെ തന്നെ മരണ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അടുത്ത റൗണ്ടിലേക്ക് ഏതാണ്ട് ക്വാളിഫിക്കേഷൻ നേടുമെന്നിരിക്കെ ഇനി ഒരു ടീമിനും കൂടി മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് ചാൻസ് ഉള്ളൂ. വരാനിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ ന്യൂസിലാൻഡ് ഏകദേശം ടൂർണമെന്റിൽ നിന്ന് ഔട്ട് ആകും. അടുത്ത ന്യൂസ് ചാമ്പ്യൻസ് ട്രോഫിയുടെ തീയതിയെക്കുറിച്ചാണ്. വന്ന അപ്ഡേറ്റുകൾ പ്രകാരം അടുത്ത വർഷം ഫെബ്രുവരി 19 മുതൽ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്നതാണ്. ഫൈനൽ മാർച്ച് 9 നടത്താനിരിക്കുന്നത്. 8 ടീമുകളെ വെച്ച് ODI ഫോർമാറ്റിൽ ആയിരിക്കും ടൂർണമെന്റ് നടത്തുക. ഇതിൽ ഇന്ത്യ-പാകിസ്ഥാൻ മാച്ച് ലാഹോറിൽ വെച്ചാണ് നടത്താനിരിക്കുന്നത്. 2017 അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി നടത്തിയത്.